കൂട്ടുകാരെ, ഷിജു ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സ്നേഹത്തിനും ആ സപ്പോർട്ടിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് തന്നെ ആദ്യം എടുത്തു പറയണം. കാരണം നിങ്ങൾ ഇങ്ങനെ ഓരോ നല്ല അഭിപ്രായങ്ങളും കമന്റും എല്ലാം ഞങ്ങൾക്ക് നല്ല അത് കാരണമാണ് ഞങ്ങൾ പിന്നെയും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ് നിങ്ങൾ തരുന്നത്. അപ്പോൾ ഇന്ന് ശരണ്യ ഒരു പുതിയൊരു ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരുന്നത്. അപ്പോൾ അതിന് ഏതാണ്ട് ചെറിയ ഐറ്റംസ് ഒക്കെ മതിയെന്നാ പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ, പിന്നെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഞങ്ങൾക്കും സുഖം. അതെ. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അച്ഛനും അമ്മ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് അങ്ങോട്ട് പോകാം. അതെ അതെ അല്ലേ? കൂട്ടുകാരും വരണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. കണ്ട, അച്ഛനും അമ്മയും കൂടി എന്തോ പരിപാടിയിലാണ്. പഴം പൊരിക്കണേ. കണ്ട, ആഹാ, രണ്ടുപേരും കൂടി പഴം പൊരിച്ചോണ്ടിരിക്കും. കണ്ട, ശരണ്യ മാത്രം പൊരിക്കുള്ളതാണ് ഇരുന്നത്. അല്ല, ശരണ്യ പോലും അറിഞ്ഞില്ല. നിങ്ങൾ രണ്ടും കൂടി വീഡിയോ എടുക്കാൻ പുറത്ത് പോയപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പഴം പൊരിച്ചേക്കാന്ന് പറഞ്ഞു. അല്ല, ശരണ്യൊക്കെ അറിയായിരുന്നു. അല്ല, അച്ചു സ്കൂളിൽ ഇപ്പൊ വരുമല്ല. കൊച്ചു വന്നേന് കൊച്ചിന് വേണ്ടി ഞാൻ പഴം പൊരി ഇച്ചിരി ഭംഗിപ്പോയോന്നൊരു ഡൗട്ട്. എന്നാലും കുഴപ്പമില്ല. സപ്പോർട്ട് ചെയ്യണം. മകള് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം. ഒരെണ്ണം കഴിച്ചു നോക്കിക്കോ ശരണ്യ. അത് നൈസാണ്. ചൂടും കുറവാണ്. അച്ഛനും കൊടുത്തു. അച്ഛ കോരിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ട. എന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ശരണ്യക്ക്. അതെ അതെ, അച്ഛൻ്റെ കോരിക്കഴിഞ്ഞു. അച്ഛാ അച്ഛാ, ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഒരു ഇച്ചിരി കൂടി മഞ്ഞപ്പിള്ളി എടുക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ, അല്ലാതെ ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തി ആണ്. കാരണം ആ ചുമപ്പ് മാറിയ ഒരു മഞ്ഞപ്പ് ഒന്നേ പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഈ പഴംപൊരി എണ്ണ പിടിക്കണ്ടോ? ഇച്ചിരി വേവ് നിർത്തിയെടുത്താൽ എണ്ണമയം കൂടിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇതല്ല, ഇതല്ല കയ്യ പോലും കണ്ടത് നോക്കി. അതെ അതെ, അല്ല ആണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ വന്നത് എന്തിനാണ്? പുതിയ ഐറ്റം. ഇവിടെ വന്നപ്പോ പഴംപൊരിയുടെ ഐറ്റത്തിലേക്ക് പോയാ. ആ ശരി ശരി. ശരണ്യ, എവിടം വരെ നമ്മുടെ അവല് വറക്കാൻ പോയി. പിന്നെ അതെ, ശർക്കര എനിക്ക് തോന്നിയായിരുന്നു. അതാണ് ഞാൻ മാറ്റി വെച്ചേരി. അച്ഛൻ കട്ടൻ കാപ്പിയാണെന്ന് ഓർത്ത് കുടിക്കരുത്. കഴിഞ്ഞ വീഡിയോയിലോ ടൈറ്റ് ആക്കണം. ഇത് കൂട്ടുകാരെ അരിച്ച കാരണം ഇച്ചിരി ലൂസിലാണ്. അത് ടൈറ്റ് ആക്കണം. എന്താണ് ചിരിക്കണത്? അമ്മ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യനെ സഹായിക്കാൻ. ആ നെയ്യിലാണോ വറുക്കണത്? ആഹാ, എപ്പോഴും തീ കുറച്ചേ വെക്കാവുള്ളൂ. തീ ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല. ചട്ടമൊക്കെ എടുത്തായിരുന്നു. ആ വറുത്തെടുക്കണം.
വറക്കുമ്പോ നമ്മൾ ഇച്ചിരി തീയും കൂടെ കൂട്ടാം. ആ എന്നാലേ കരിഞ്ഞ് കിട്ടുള്ളൂ അല്ലേ? നല്ല കാര്യത്തിൽ തുടങ്ങുമ്പോ ഇങ്ങനെ പറയല്ലേ. അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്നാണ് ഇടാൻ പോണത്? എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇച്ചിരി മൂത്ത് വരുമ്പോ എന്ത് ചെയ്യണം? നെയ്യുടെ മണം അടിക്കുന്നുണ്ട്. ഇച്ചിരി മൂത്ത് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? തേങ്ങ അവിടെ തിന്നുന്നത് തേങ്ങ ഇതിനകത്തോട്ട് ഇടണം. അത് ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോ എന്ത് ചെയ്യണം? മിക്സിക്കകത്ത് ഇട്ടൊന്ന് അടിക്കണം. എന്നാ അത്രയും ചെയ്തിട്ട് പറഞ്ഞാ മതി കേട്ടാ. ഇല്ല പിന്നെ ഞാൻ എല്ലാം കൂടി ഓർത്തിരിക്കുകയല്ലേ. അമ്മ തേങ്ങ കൊണ്ടുപോവാ. അമ്മ തേങ്ങ കൊണ്ടില്ല, അത് നന്നായിട്ട് ഇതായ. പിടിച്ചു നോക്കിക്കോ. ഒന്ന് എനിക്ക് വേറെ കൈ പൊള്ളിക്കാൻ. തേങ്ങ കൂടി ഇട്ടമ്മ. പിന്നെ അമ്മേ ഈ ഐറ്റം പിന്നെ അധികം ശർക്കരയൊന്നും ഇല്ലാത്ത കാരണം അമ്മക്കും കഴിക്കാൻ കേട്ടാ. ഷുഗർ അധികം വരികയല്ല, പഞ്ചസാരയൊന്നും ചേരുന്നില്ല. പഞ്ചസാര ഇടുന്നുണ്ടോ? പഞ്ചസാര ഇടിയല്ല, ശർക്കര. അല്ല മധുരം വേണം. എങ്ങനെ ഇരിക്കും? ശർക്കരയാണേലും മധുരം വേണം. കുറച്ചേ ചേർക്കുള്ളല്ലേ ചേട്ടന്? ശർക്കര ആവശ്യത്തിന് ചേർക്കും, മധുരം വേണ്ടേ? ഇത് നമ്മൾ അവലി വിളയിക്കണ പോലെ പോയല്ലേ ഇപ്പൊ അല്ലേ? ഇപ്പൊ അവല് വിളയിപ്പിക്കും പോലെ. നിങ്ങള് രണ്ടുപേരും ഉണ്ടാക്കി വരുമ്പോ പറയും ശരനെ ഇത് എവിടെ നോക്കി പഠിച്ചെന്ന് ചോദിക്കും. അലുവ മുറിക്കുന്ന പോലെ ഞാൻ മുറിച്ചു തരും. അങ്ങനെയൊക്കെ ചെയ്യുവാ. നമ്മൾ അലുവ അവല് അവലലുവ. അലുവ അവലി അല്ല, അവലലുവ. അവലലുവ. ശരീരെല്ലാം തിരിച്ചാണ് പറഞ്ഞത്. അത് തന്നെ. അപ്പൊ കൂട്ടുകാരെ ഇത് നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറെ പാത്രത്തോട്ട് ആക്കാൻ പോവാ. ആണോ? നല്ല മണം അടിക്കുന്നുണ്ട്. നല്ല അടിപൊളി മണമാണ് അടിക്കുന്നത്. കാരണം നെയ്യിൽ ഇത് വറുക്കുമ്പോഴുള്ള സ്മെല്ല് അടിപൊളിയാണ്. തീർന്നു ശരണി. ഇനി പാത്രം മാത്രമേ ഉള്ളൂ, അതേ തൂക്കാനൊന്നും ഇല്ല. അവരൊന്ന് തണുക്കട്ടെ. ഇനി ആ നേരത്ത് ഇതിലെന്താണ് ചെയ്യാൻ പോണത്? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതടിക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ ഇതിനായിട്ട് ഇതേ പഴുത്ത ഏത്തപ്പഴം മതി. ഇതേ നിറമുള്ള ഏത്തപ്പഴം വേണം കേട്ടാ. അപ്പൊ നമുക്കിനി പൊളിക്കാം. പച്ച ഏത്തപ്പഴാണെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് നല്ല പഴുത്ത് ഇങ്ങനെ ഉണങ്ങിയത് വേണം. ഇത് കടയിൽ കിട്ടാൻ പാടായിരിക്കും. കടയിൽ പഴുത്തത് കൂടുതലായിട്ടുണ്ടോ ശരണ്യ? അങ്ങനല്ല, ഇതേ ഇപ്പൊ കറുത്ത നിറം കാണത്തില്ല, അവരത് മാറ്റത്തില്ല. അതെ അമ്മ വന്ന് ശരണ്യല്ലേ പരീക്ഷണമൊക്കെ ഇങ്ങനെ കൂടി വന്നോണ്ടിരിക്കുക. അതിന്റെ അത്യാത്തൊക്കെയുണ്ടത് പൊളിച്ചപ്പോ അമ്മക്ക് വേണമെങ്കിൽ വേറെ എന്റെ ശരണ്യ അത് കറുത്തതായതുകൊണ്ട് അങ്ങനെ അരിയണം. അമ്പിളിമാമന്റെ ചെറിയ വട്ട ഇല്ലേ, ആ വട്ടത്തിൽ അരിഞ്ഞത്. എന്തൊക്കെ പറച്ചിലാണ് അമ്പിളി മാമന്റെ. ഇങ്ങനെ അരിയണമെന്നാണ് പറഞ്ഞത് അല്ലേ? അമ്മേ നമുക്ക് വേണേ വേറെ ഏത്തപ്പഴം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് പല പല പരീക്ഷണം ചെയ്യും. മധുരം ഇട്ട്, മധുരം എന്ന് പറയുമ്പോ ഞാൻ കഴിക്കുകയും ചെയ്യും, കഴിക്കാതെ ഇരിക്കാനും പറ്റിയല്ല. ഉണ്ടാക്കുന്ന സാധനം ശരണ്യാണ് പരീക്ഷണം കൊടുക്കുകയാണ്. അതുപോലെ അമ്മ പരീക്ഷണം എല്ലാം ടേസ്റ്റ് ചെയ്യും. ഏത്തപ്പഴം കൊടുത്തപ്പോ അത് ഇല്ലെന്ന് പറഞ്ഞ കളത്തരം അതിനകത്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അല്ല, അതിന്റെ അകത്ത് ഉണ്ട് കുറച്ചുണ്ട്. ഞാൻ എന്താണ് ഇങ്ങനെ തുമ്പെടുക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ്. അല്ലേലും ഏത്തപ്പഴം ഉണ്ടല്ലോ ഇവിടെ ഇഷ്ടം. അപ്പൊ ഞാൻ എന്നാണമ്മ പഴം പൊരിച്ചത്. പഴം പൊരിച്ച ചായയും കുടിച്ച് ഒരു പഴംപൊരിയും കഴിച്ചു. അതെ. അപ്പൊ അതേ കണ്ട കണ്ടിട്ട് പൊടിച്ചു തന്നെ.
പക്ഷെ നമുക്ക് കറുത്ത മുന്തിരി കൂട്ടുകാരെ വേറൊരു സൗണ്ട് കേൾക്കണ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ അച്ചിക്കുട്ടി വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വന്ന കാരണമാണ് വീഡിയോയിൽ വരാത്തത് കേട്ടാ. അതെ, സ്കൂളിൽ നിന്ന് വരുമ്പോ ചായ കുടിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇടണുണ്ട്. എന്നാ മുന്തിരിയും കൂടി ഇട്ടോ ശരണ്യ. മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ മുന്തിരി എല്ലാതിനും വേണ്ടിയത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ നല്ലത്. മറ്റേ മുന്തിരിന് വേണ്ടിയത്. അതെ അതെ അതെ. അപ്പൊ ഇനി എന്നാണ് ചെയ്യാൻ പോണത്? ഇതൊന്ന് വറക്കണം. ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഏലക്കപ്പൊടി 3 എടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. എടുത്താ കാശ് പോകും. അങ്ങനെയല്ലേ പറഞ്ഞ? കൂടുതലത്തെ കാശ് പോകും. കാരണം ഏലക്കെല്ലാം വെള്ളം കൂടുതലല്ലേ, അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പിശിക്ക് 3 എടുത്തിട്ടുണ്ട്. പിശിക്ക് 3 ഒത്തിരിയുള്ളായി, അത് 3 എടുത്ത്. പിന്നെ ഇല്ലാത്തോണ്ടല്ല കേട്ടോ, വേറെ പൊട്ടിക്കാൻ എടുത്തില്ല, പൊട്ടിക്കാൻ കഴിയത്തില്ലാത്തോണ്ട്. അപ്പൊ നമ്മളെ നെയ്യ് ഇച്ചിരി നെയ്യ് നമുക്ക് മിച്ചം വേണം. ലാസ്റ്റ് ഒരു ഇതുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് തോന്നി മിച്ചം വേണമെന്ന് പറഞ്ഞപ്പോഴേ ലാസ്റ്റാണ്. ഇത് ചെയ്യണം, വലിയ ഉപ്പ് മേടിക്കുമ്പോൾ കേൾക്കത്തില്ല. വലിയ ഉപ്പി മേടിക്കുകയല്ല, കാരണം ഇവിടെ പരീക്ഷണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ വലിയ ഉപ്പിയാകുമ്പോൾ മുതലാകിയല്ലേ കൂട്ടുകാരെ. ഞാൻ പരീക്ഷണം ചെയ്തോണ്ടിരിക്കും. ഇനി ഞങ്ങൾ വലിയ ഉപ്പിനെ മേടിക്കും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ടോബി ഒരു കാരണവശാലും അപ്പൊ അത് അതിലോട്ടിട്ട് അവനത് കേട്ടാ അവൻ മിണ്ടാതിരിക്കണ കണ്ട. ശരണ്യ പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല. ചച്ചോ ചമ്മി പോയി. അപ്പൊ അതൊക്കെ ഒന്ന് മൊരിഞ്ഞല്ലേ. അപ്പൊ നമുക്കിനി ഏത്തക്കായ ഇടാം. ഏത്തക്കായ ഇടാം. ഉള്ള ഏലക്കായും കൂടി ഇടാം. അപ്പൊ ഇതങ്ങനെ വെന്തണ്ടിരിക്കുകയാണല്ലേ. ഒരു കളറൊക്കെ ആയി വന്നി. അച്ഛൻ വന്നു. അച്ഛന്റെ പഴംപൊരിക്ക് ശേഷം ശരണ്യയുടെ എന്താണെങ്കിൽ ഏത്തന് കിടക്കാൻ മേലെന്ന് പറഞ്ഞ പോലെ. അല്ല, അച്ഛന് ഏത്തപ്പഴം കൊണ്ട് പഴംപൊരി, മകള് ഏത്തപ്പഴം കൊണ്ട് അലുവ ഇണക്കണം. അലുവ ഈ സാധനം ഞാൻ ഒന്ന് ഇത് കണ്ടല്ല. അത് ഞാൻ വൈകുന്നേര സമയത്ത് കാപ്പി തിളപ്പി വെച്ചിട്ട് പോലെയാണ് തിളപ്പിച്ച് വെച്ചിരിക്കണത്. അല്ല കേട്ടാ, ഞാൻ അങ്ങനെ വീട്ടില് വീടിയല്ല, വീട്ടില് വീണ്ടുണ്ട് ഇനി വീട്ടില് വീടിയല്ല. അല്ല, ഇത് കാപ്പി എടുക്കണ പാത്രത്തിൽ തന്നെ അങ്ങനെ വെക്കൂല. ഇവര് നല്ല ബുദ്ധിയുള്ളവരാണ്. പിന്നെ ശരണ്യ, അയ്യോ ഒരു കാര്യം പറഞ്ഞു, ഷിറ്റി മനസ്സിലായതാണ്. എനിക്കെങ്ങനെ മനസ്സിലാകാൻ? അച്ഛന്റെ മനസ്സിരിക്കുന്നത് എന്റെ മനസ്സിരിക്കുന്നത് ഷിറ്റിന്റെ മനസ്സിലുണ്ട്. എന്റെ മനസ്സിലാ ശരണ്യ അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. മനസ്സിലായി. അച്ഛനോട് ശരണ്യോട് പറഞ്ഞില്ല കേട്ടാ. കൂട്ടുകാരെ, ഇന്ന് ഞാനും അച്ഛനും കൂടി നമ്മുടെ V1 ഹോസ്പിറ്റലിൽ എന്നെ ഇന്ന് 1 മാസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞ കാരണം ഒന്ന് ഡോക്ടറിനെ കാണാൻ പോയതാ. വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല കേട്ടാ. ഒന്ന് എനിക്ക് തൈറോയിഡിന്റെ ചെക്ക് ചെയ്ത് ഇത്ര ദിവസം അപ്പൊ തൈറോയിഡൊക്കെ മാറി. പക്ഷെ എന്നാലും ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് മരുന്ന് നിർത്തണ്ടെന്ന് പറഞ്ഞു. അത് വേറെ കാര്യം. അപ്പൊ കൂട്ടുകാരെ, പറയാൻ വന്നതല്ല. അന്നേരം അവിടെ വെച്ച് അച്ഛനെ ഒരു ചേച്ചി പരിചയപ്പെട്ട് ഞാൻ അന്നേരം അവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എന്നേടും ഞാൻ അവിടെ ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് വിട്ട് ഞാൻ അവിടെ ഒരു കസേരയിലിരുന്നപ്പോ ഒന്ന് ഇളക്കി കൊടുക്കാൻ ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞ് ശരണ്യയുടെ അച്ഛനല്ലേ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങള് നിങ്ങളെ യൂട്യൂബ് ചാനലൊക്കെ ഞങ്ങൾ കാണുന്നതാണ്. ഞങ്ങൾ ഇന്നലെയും കണ്ട് ഞങ്ങൾ എല്ലാരും കൂടി മൊത്തം എല്ലാരും ഫാമിലിയായിട്ട് ഇരുന്നിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ചേച്ചി എന്താ വന്നു, ഞാൻ എന്റെ ചേട്ടന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ശരണ്യ ഇത് പൊടിക്കാനും കൂടി പോയാണ്. കൂട്ടുകാരെ കാണിച്ചു തന്നെ അല്ല, അതുകൊണ്ടാണ് ആ സംസാരത്തിന്റെ ഇടയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ. അപ്പൊ ചേട്ടൻ എന്താ വെച്ചപ്പോ ചേട്ടൻ അപ്പൊ ഇച്ചിരി ചേട്ടൻ എനിക്കായിട്ട് വന്നു. അപ്പൊ ഭയങ്കര സന്തോഷം അവർക്ക്. ശരി അമ്മയും പറ്റുന്നു. പറഞ്ഞ കാര്യം തീർത്ത് പറഞ്ഞില്ല.
ഞാൻ പറഞ്ഞിരിക്കണല്ലോ. ആ ഷൺമുഖ ക്ഷേത്രത്തിന്റെ അവിടെയുള്ള മഹേഷിന്റെ ചേട്ടനെയും രത്നമ്മ ചേച്ചിനെയും അവിടെ വെച്ച് അവർക്ക് രണ്ടുപേർക്കും അവർക്ക് രണ്ടുപേർക്കും ഫാമിലിക്ക് ഞങ്ങളുടെ പ്രത്യേകം ഹായ്. ശരണ്യെ തിരക്കിയതായിട്ടും പറയാം. അതെ അതെ. അപ്പൊ അതേ കണ്ട ഇത് ടൈറ്റ് ആയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പൊ അതെ നമ്മുടെ ശരണ്യതേ പൊടിച്ചണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ പൊടിച്ചെടുക്കാം. ആ അപ്പൊ ഇനി എന്നാണ് പരിപാടി? ഇനി നമുക്കിനി കുടഞ്ഞിടാം. ഇതിലോട്ട് കുടഞ്ഞിട്ടാ മതിയാ? ഞാൻ ഇതൊന്ന് പിടിച്ചോട്ടെ ശരണ്യ. ഇതൊന്നും ഇങ്ങനെ പിടിച്ചെന്നാൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നോക്കാം. അതിന്റെ അനുസരിച്ച് അറിയാം. അല്ലേ ഇളക്കാൻ നേരത്തല്ലേ? അപ്പൊ ഇത് മൊത്തം ഇടുക. ആ ഇട്ടോ. ശരണ്യ എനിക്ക് ഇതൊന്നും അറിയാൻ പറ്റട്ടെ. ശരണ്യാണ് ഇതൊക്കെ ചെയ്യണം. ഞാൻ ഇളക്കി തരികയുള്ളൂ. അതാണ് ഇച്ചിരി ഞാൻ പറഞ്ഞത്. കൊളായി കഴിയുമ്പോ അച്ഛമ്മ അതും അതിന്റെ അപ്പുറവും പറഞ്ഞില്ലെങ്കിൽ ശരണ്യയുടെ പേര് ശരണ്യെന്നല്ല അല്ലേ? അല്ല. ശരണ്യ കൊല്ലം പറയാനുണ്ടോ? ഇല്ലേ? ഞാനൊന്നും പറയാനില്ല. ഇനിയിപ്പോ കച്ച പിടിക്കാൻ വേണം. ഇങ്ങനെ ഇതാകണം അല്ലേ? അപ്പൊ നമ്മുടെ ഏത്തപ്പഴമൊന്നും ചേർക്കാറായില്ലേ? നല്ല സ്മെല്ലൊക്കെ ഇതേതാണ്ട് മറ്റേ ലേഹ്യമൊക്കെ ഇണക്കണ പോലെ ഉണ്ടല്ലേ? ലേഹ്യമൊക്കെ ഇണക്കണ പോലെ ഉണ്ടല്ലേ? ആദ്യം കണ്ട അതാണ് ഞാനും ചോദിച്ചത് കൂട്ടുകാരെ. തന്നെ നല്ല നല്ല ഭംഗിക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പൊ ഈ സെറ്റ് ആവുന്ന വരെ വെയിറ്റ്. അപ്പൊ നല്ല ടൈറ്റ് ആയല്ല ശരണ്യക്ക് സന്തോഷമായി. ശരണ്യ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെയൊക്കെ നടന്നു എന്നുള്ള ഒരു ആ അതെ അതെ. അപ്പൊ ആ പാത്രത്തിന് ഇച്ചിരി നെയ്യ് തേച്ച് കൊടുത്താൽ മതി ശരണ്യ ആദ്യം. അതെ അതെ. അലുവ പോലെ തന്നെ ആയി കേട്ടോ ശരണ്യ. അപ്പൊ ഈ പാത്രത്തെ അമ്മ നെയ്യൊന്ന് മൊത്തം ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഇളക്കി ഇളക്കി ടൈറ്റ് ചെയ്യണം. അല്ല അതൊക്കെ ലാസ്റ്റ് വരുമ്പോ ശരണ്യല്ലേ ചെയ്യുള്ളൂ. കാരണം കൊളായി പോയെന്ന ശരണ്യൊക്കെ അല്ലേ പേരല്ലേ? ശരണ്യ സൂപ്പർ ശരണ്യ അല്ലേ? അതെ അതെ അടിപൊളി അടിപൊളി അടിപൊളിയെ അടിപൊളിയെ. കൂട്ടുകാരെ ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു സ്പൂൺ എടുത്ത് കഴിക്കാൻ നമുക്ക് തോന്നിക്കും അല്ലേ? അമ്മ നെയ്യ് തേച്ചല്ലേ? നെയ്യൊക്കെ തേച്ച് അച്ഛൻ അങ്ങോട്ട് പുറത്തോട്ട് പോയല്ലോ ഇപ്പൊ. അച്ഛൻ പുറത്തേക്ക് പോയി. നമ്മളൊക്കെ തീച്ചിത് കുറക്കണം. ആ ഇപ്പൊ ഇതിലോട്ട് ഇടാറായ? ഇല്ല, ഇച്ചിരി കുറുകാനുണ്ട്. അപ്പൊ നമ്മൾ ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കുക. ആണോ? നെയ്യ് ഒഴിക്കുമ്പോ കുറുകുക അതാ ഒന്നുകൂടി ലൂസ് ആവുമോ? കുറുകും. ആണോ? നെയ്യ് ഒഴിക്കണം. നെയ്യിനോട് ഇത് ഇച്ചിരി അച്ഛാ ലാസ്റ്റ് ടൈമും കൂടി കാണും. ഇത് എന്താണ് ലാസ്റ്റ് ചെയ്യാൻ പോണത്? നമ്മളെ പല്ലിന് കിട്ടുന്ന അതിന്റെ പഞ്ചാമൃതം. ആ ഇപ്പൊ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇതിപ്പോ ഇനി വെക്കാറായില്ല ശരണ്യ? ആണോ? ഇനിയും കുറുകി ടൈറ്റ് ആകാനുണ്ടോ? അതെ അതെ. ഇതൊന്ന് കണ്ടു പഠിച്ചു. ഏതായാലും നല്ല നാടൻ വെളിച്ചെണ്ണ അതിന്റെ സ്മെൽ അടിക്കും. അതെ. അപ്പൊ ഇറക്കിയല്ലേ? അപ്പൊ കൂട്ടുകാരെ ഇതേ കണ്ട ഇത്രയും ടൈറ്റ് ആകണം. എന്നിട്ട് വേണം ശരണ്യ അത് ഈ പാത്രത്തിലേക്ക് മാറ്റിയ. ഇതൊരു സ്ക്വയർ പാത്രത്തിലാണ് യഥാർത്ഥത്തിൽ അല്ലേ? റൗണ്ടാണിത്. ഒരു വെറൈറ്റി
അല്ല ഇതാകുമ്പോ മുറിക്കാൻ സുഖമുണ്ട് പാത്രം. അതെ 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 അതെ. ശരണ്യ, ഇനി എന്നാണ് ചെയ്യാൻ പോണ? ഇനി നമ്മളൊരു ചട്ടകം എടുക്കണം. ആ, ചട്ടകത്തിന്റെ ഇവിടെ ഇച്ചിരി നെയ്യ് ചേർക്കണം. ആ, നെയ്യ് തേക്കണം. ആ, എന്നിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം അല്ലേ? തേച്ച് പിടിപ്പിക്കണം. ആ, തേച്ച് വെക്ക്. ആ, അതിട്ട് തേച്ച് അപ്പൊ പിന്നെ ഇത് കാണാൻ ഇപ്പൊ തന്നെ ഏതാണ്ട് മറ്റേ ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ മേടിക്കണ മറ്റേ കറുത്ത പായസം ഉണ്ടല്ലോ ശരണ്യ, എന്തോ കറുത്ത പായസം പോലെയൊക്കെ ഉണ്ടല്ലോ. കറുത്ത പായസം പോലെ ഉണ്ട്. ആണല്ലേ? ആ പിന്നെ പറയാ ആ ആ, ദേ ദേ തേച്ചണ്ടൊക്കെ വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും. നമുക്ക് എടുക്കാം. ആ. ആ ആ, ഇനിയാണ് ഇതിലെ മെയിൻ കാര്യങ്ങളല്ലേ? ആ, അല്ലല്ലേ കണ്ട കണ്ട അതെ, അച്ഛനും അമ്മയൊക്കെ നോക്കി നിൽക്കണം ചെയ്യുന്നത്. കപ്പലൊഴുകുന്നു. അതെ 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 അതേ കൂട്ടുകാര് ലെവലാ അവിടെ. നല്ല ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാര്. കണ്ട, ഈ ഫ്രിഡ്ജിൽ കെട്ടി വെക്കുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ട, വലിച്ചു നമുക്ക് ഫാനിട്ട് വെച്ചാൽ ഫാനിട്ട് തണുപ്പിക്കാം. ഇനി 1 മണിക്കൂർ കഴിയണമെന്നല്ലേ ശരണ്യ പറഞ്ഞ? ആ, ശരണ്യ എന്നോട് പറഞ്ഞു ഇണക്കിയാ ഉടനെ തിന്നാൻ പറ്റില്ല, പറ്റത്തില്ല. ആരെയും കൊതിച്ചിട്ട് കാര്യമില്ല. 1 മണിക്കൂർ റെസ്റ്റ് അല്ലേ? ആണ്. ഇപ്പൊ ദേ അച്ഛൻ ഏറ്റെടുത്തത്. ഇത് എത്ര തണുക്കോ അത്ര തണുക്കണം. ആ എന്നാലേ ഈ പാത്രത്തിന് ഇത് തിരിച്ചെടുത്ത് ഇങ്ങനെ കമത്തണം. ആ അപ്പൊ ഇതിന്റെ ഒരു രുചി, ആ ഭംഗി കാണാൻ അതെ. നല്ലൊരിതാ. അപ്പൊ കൂട്ടുകാരെ, ഏത്തപ്പഴ ലച്ചനും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ പുറത്തിച്ച മുന്തിരി അണ്ടിപ്പരിപ്പും കൂടെ അതിന്റെ ഡിസൈൻ വർക്ക് ചെയ്യാണ് അല്ലേ? ആണ്. ആ, അപ്പൊ നല്ലൊരു ഭംഗിയായല്ലേ കൂട്ടുകാരെ? ഇതെടുത്ത് കുത്തുന്നു. ആഹാ. ഇതെടുത്ത് കുത്ത്. കുത്ത്. ആ, അച്ഛൻ തന്നെ ചെയ്. കണ്ട, അച്ഛനും ഉണ്ട്. ആ, താഴത്താട്ട് നെക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ? താഴത്തേക്ക് അപ്പം എന്നാലേ അത് പിടിച്ചു നിൽക്കുള്ളൂ. ഇപ്പൊ തന്നെ നല്ല ടൈറ്റ് ആയല്ലേ അത്? പിന്നെ ശരണ്യ, എന്തോ? അടിപൊളിയാണ് കേട്ടാ. അടിപൊളിയാണോ? ആ, നമ്മൾ ഇങ്ങനെ കൂടെ ചെയ്യുമ്പോ ഒന്നും കൂടെ ഭംഗിയാവും. അതാണ് ഇങ്ങനെ കൂടെ ഒന്ന് ചെയ്തത്. കൂട്ടുകാരെ കാണിച്ചത്. അതെ 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 അതെ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ 3-4 മണിക്കൂർ ഇത് വെച്ചു. ഇനി നമുക്കിത് പാത്രത്തോട്ട് തിരിച്ചിടണം. അതെ, അതൊന്ന് പാത്രത്തിലേക്ക് തിരിച്ചിടണം അല്ലേ? സൈഡൊക്കെ ഒന്ന് പിച്ചാത്തി കൊണ്ട് ഒന്നുകൂടി ഒന്ന് പിടിച്ചായിരുന്നല്ലേ ശരണ്യ? വിടിച്ചതിനെല്ലാം വിടിച്ചെല്ലാം ആ, ഇതാക്കി വെച്ചു. അപ്പൊ നമുക്ക് തിരിച്ചു നോക്കാം അതെ അതെ. ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ മേല. ആ, ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് കമത്ത്. തിരിച്ചു. ഞാൻ തിരിക്കണം. എനിക്ക് കൈകൊണ്ടാണ് കേട്ടാ. അതെ, ഞാനിത് തിരിച്ചു. ഇന്ന് പൊട്ടിയത് പാത്രം പൊട്ടിക്കാനല്ല. ഇല്ലേ വന്നില്ലേ ശരണ്യ? പണിപാളി കേട്ടാ. ഇച്ചിരി ക്ഷമ വേണം. എന്താണ് പെട്ടുപോയി കൂട്ടുകാർ. ആ പാത്രമെങ്കിലും പൊട്ടല്ലേ? പൊട്ടിയെന്നാ വരികയല്ല. ആ, എന്നാ ഇനി അത് നിവർത്തി വെച്ച് അതിന്റെ ഭംഗി കാണണമെങ്കിൽ അത് മറിച്ച് വെക്കണം. അതെ, അപ്പൊ അതെ, കണ്ടാ കൂട്ടുകാരെ, ഇതാണ് നല്ല അടിപൊളിയായിട്ട് അലുവ നമ്മൾ ഈ പാത്രത്തിലാണ് നിറക്കിയത് വെച്ചത്. കണ്ട, എന്നാൽ ഇപ്പോൾ ഒരു മറ്റൊരു പാത്രം പിടിച്ചിട്ടൊന്നും ഇല്ല. ചിലർക്ക് സംശയം വരും പിടിച്ചിട്ടുണ്ടോ എന്നുള്ള. പിടിച്ചിട്ടൊന്നും ഇല്ല. കണ്ടോ? അതെ അതെ അല്ല, അതിന്റെ മറുവശം കണ്ടല്ലോ കണ്ടല്ലോ അല്ലേ? മറുവശം മറുവശം കണ്ടു. അതെ അതെ അതെ. അപ്പൊ ശരണ്യ ഇണക്കിയ പലഹാരം അടിപൊളിയായി. സൂപ്പർ. സൂപ്പർ സൂപ്പറായി. അപ്പൊ കൂട്ടുകാരെ, ഇത് അച്ഛൻ മുറിക്കാൻ പോകട്ടെ നമ്മുടെ അലുവ. അപ്പൊ ഞാൻ തന്നെ മുറിക്കണോ ശരണ്യ? മുറിച്ചു. ഷിജു, അതെ അതെ അതെ. അപ്പൊ ഞാൻ തന്നെ മുറിക്കണം എന്നാണ് പിന്നെ ശരണ്യ പറയുന്നത്. അച്ഛൻ മുറിക്കണം. ശരിപ്പാ, ഞാൻ ആ അതെ. മുറിച്ചേക്കാം. ഓക്കെ. ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണ് കൂട്ടുകാരെ. അയ്യോ അല്ലേ, ആവശ്യമില്ലാത്ത പറഞ്ഞാൽ ജനം എൻ്റെ അടുക്കാണ് ഞങ്ങൾക്ക് ബർത്ത്ഡേക്കൊക്കെ പറഞ്ഞ് ബഹളാവും. അപ്പൊ അതിൽ നല്ലത് ഒന്നും പറയല്ല. അത് കിടക്കുന്നേ ഉള്ളൂ. അത് സമയം വരുമ്പോൾ നമ്മൾ അതെ, കണ്ട കണ്ട കൂട്ടുകാരി, ഇച്ചിരി ഭയങ്കര കട്ടിയാണല്ലേ? അതെന്താ, നെയ്യും എല്ലാം കൂടെ ചേർക്കുമ്പോ അതിന്റെ ഒരു കട്ടി വരും. ആ അലുവാക്കി ഇച്ചിരി അതെ അതെ. കട്ടി വരും.
ഓക്കെ. അച്ഛൻ തന്നെ ആദ്യമേ തിന്നു. അല്ല അമ്മ കൊടുക്കാം. അല്ല, എനിക്ക് ഇച്ചിരി എടുത്തിനി ഒരു സ്വല്പം എടുത്ത് കഴിക്കുക. ഇനി അത്രയും വലുത് വേണ്ടെങ്കിൽ ഇത് മുറിച്ച് തരാം. അല്ല ഇത് മുറിച്ച് കൊടുക്കാം അല്ലേ? ഇത് ചെറുതായിട്ട് അമ്മ ചിലപ്പോൾ കൂട്ടുകാരെ ഇത് ചെയ്തു വന്നപ്പോൾ വൈകുന്നേരമായി, അതുകൊണ്ട് രാത്രിയായി. രാത്രി അല്ല എന്നാലും വൈകുന്നേരം. സമയം. അതെ. എന്നാ അല്ലേ അമ്മക്ക് ഒരു കഷ്ണം കൊടുത്ത് ആ ചേർന്നൊക്കെ എനിക്ക് വേണ്ട. ഇച്ചിരി എന്നാലും ഒരു തുള്ളി അയ്യോ ഇണക്കിയാണ് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യും. സമയത്ത് ചെയ്യുമ്പോ നെഞ്ചരി. അത് വേണ്ട അങ്ങനെ അതെന്താ കാര്യം അറിയാ പഞ്ചസാരയിൽ ഇട്ടിണക്കിയെങ്കിൽ ശർക്കര ഇത് ഇവിടെ നമുക്ക് തരികയല്ല. ശർക്കര ഇച്ചിരി ശർക്കര ശർക്കരയുടെ വലിയ താല്പര്യം. കണ്ട അതുകൊണ്ടാണ് കേട്ടാ. അച്ഛൻ കഴിക്കും. നിങ്ങളുടെ കഴിക്കുന്നതല്ലേ എനിക്ക് സന്തോഷം. അപ്പൊ മകള് കഴിക്കാനില്ല, ഞങ്ങളുടെ സന്തോഷം മാത്രം കണ്ടാ മതി. വെച്ച് വെച്ച് തരും. ശരി സിജുമോന ഞാനും കഴിക്കാണ്. അപ്പം സരസ നമുക്കിത് രാവിലെ ഇന്ന് തൊട്ട് നാളെ രാവിലെ വൈകുന്നേരം ഇത് അഭിഷേകം കഴിക്കുമ്പോൾ കഴിച്ചിട്ടിരിക്കാം. നാളെ പിള്ളേർ വരും. പിള്ളേർ വരും, പിള്ളേർ കൊടുക്കും. അപ്പൊ ഞാൻ കഴിക്കട്ടെ. അച്ഛനും കണ്ണനും വരും. എങ്ങനെയുണ്ട്? ഒന്നിച്ച് എനിക്ക് വേണ്ട. കഴിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ നല്ല നമ്മുടെ വീഡിയോ ഇത്ര ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ കൂട്ടുകാരെ? അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടി ടാറ്റാ.